നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിലെ 8ാമത്തെ നാമമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓം രാഗസ്വരൂപ പാശാഢ്യായൈ നമ. ഓം രാഗസ്വരൂപ പാശാഢ്യായൈ നമ. അങ്ങനെയാണ് പറയുക. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, രാഗം. എത്ര വാക്കുകളുണ്ട് അതില്? രാഗ, സ്വരൂപ, പാശ, ആഢ്യായൈ നമ. ഇത്രയും വാക്കുകളുണ്ട്. അപ്പൊ എന്താണ് അർത്ഥം? രാഗസ്വരൂപത്തോടു കൂടിയ പാശം. പാശം എന്നാൽ കയറ് എന്നാണ് അർത്ഥം. കയറ്. ദേവിയുടെ 4 കൈകൾ ആലോചിച്ച് നോക്കൂ. അതിലെ ഒരു കൈയിൽ പാശം, കയറ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കയറ് എന്ത് സ്വരൂപത്തോടു കൂടിയതാണ്? രാഗസ്വരൂപത്തോടു കൂടിയതാണ്. രാഗം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന പ്രേമമാണ് രാഗം എന്ന് പറയുന്നത്. രാഗം എന്നാൽ പ്രേമം എന്നർത്ഥം. അപ്പോൾ ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും, മനുഷ്യനെയും തമ്മിൽ, മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ, സസ്യലതാദികളെയും ഈ പ്രകൃതിയെയും തമ്മിൽ, എല്ലാവരെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന രാഗം അഥവാ പ്രേമം. ആ രാഗസ്വരൂപ പാശം, രാഗസ്വരൂപ പാശത്തെ ധരിച്ചിരിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് രാഗസ്വരൂപ പാശാഢ്യായൈ നമ എന്ന് ദേവിക്ക് നാമം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ലളിതാ സഹസ്രനാമത്തിലെ 8ാമത്തെ നാമമാണ്. 7ാമത്തെ നാമം നിങ്ങൾക്കറിയാം, ചതുർബാഹു സമന്വിതായേ നമ എന്നായിരുന്നു. അതില് ദേവിയുടെ 4 കൈകളെ കുറിച്ചാണ് പറയുന്നത്. അതിലെ ഒരു കൈയാണ് ഇപ്പൊ പറഞ്ഞത് രാഗസ്വരൂപ പാശാഢ്യായൈ നമ എന്ന്. ഇനി നമുക്ക് 9ാമത്തെ നാമം അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. നമസ്കാരം.